പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ടിക്ടോക്ക് എന്ന സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാൻ വേണ്ടി താളത്തിനൊത്ത് സ്റ്റിയറിംഗ് മാറ്റിയും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മാറ്റുന്നതിനോടൊപ്പം പാട്ടും പാടിയും ഇങ്ങനെ ഡ്രൈവർമാർ ഒത്തിരിയേറെ വന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ അഭ്യാസം കേരളത്തിൽ മാത്രമല്ല അങ്ങ് സൗദിയിലും അരങ്ങേറിയിരിക്കുകയാണ്. വാർത്തയിലേക്ക്. കോളേജ് വിദ്യാർത്ഥിനികൾ സഞ്ചരിച്ച ബസ്സിൽ ഡ്രൈവറുടെ അഭ്യാസം സൗദിയിലും അരങ്ങേറിയിരിക്കുകയാണ്. ബിഷയിൽ ഒരു ഡ്രൈവർ കാലുകൾ കൊണ്ട് ബസിന്റെ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്രദ്ധമായും അപകടകരമായും വാഹനം ഓടിച്ച ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാർത്തയും പുറത്തുവരുന്നുണ്ട്. ബിഷ വിമൻസ് ആർട്സ് കോളേജ് വിദ്യാർത്ഥിനികൾ സഞ്ചരിച്ച ബസ്സിലായിരുന്നു ഡ്രൈവറുടെ അഭ്യാസം അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം രാവിലെ വിദ്യാർത്ഥിനികളെയും കൊണ്ട് കോളേജിലേക്കുള്ള യാത്രക്കിടെ ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് തന്റെ കാൽ കൊണ്ട് സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് തന്നെ. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. 2 മണിക്കൂറിനകം ഡ്രൈവറെ തിരിച്ചറിയുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത വാർത്തയും പുറത്തുവന്നു. നിയമ നടപടികൾക്കായി കേസ് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുമുണ്ട്. ഇതിനു പുറമെ ഗുരുതരമായ ഗതാഗത നിയമ ലംഘന കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്ന പ്രത്യേക അതോറിറ്റിക്കും കേസ് കൈമാറിയിട്ടുമുണ്ട്. ഡ്രൈവർക്ക് നിയമപ്രകാരമുള്ള കടുത്ത ശിക്ഷ തന്നെ ലഭ്യമാക്കുന്നതിനാണിത് എന്നും വ്യക്തമാണ്. ഡ്രൈവർക്കെതിരെ സ്വീകരിച്ച നടപടികൾ ബിഷ യൂണിവേഴ്സിറ്റിയെയും പോലീസ് അറിയിക്കുകയുണ്ടായി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി പ്രത്യേക കമ്പനിയെയാണ് അധികൃതർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തന്നെ. ഈ കമ്പനിയാണ് ഡ്രൈവറെ നിയമിച്ചിരിക്കുന്നത്. ഇയാൾക്ക് പകരം മറ്റൊരു ഡ്രൈവറെ കമ്പനി ഇതിനോടകം തന്നെ നിയോഗിച്ചു കഴിഞ്ഞിരുന്നു. സംഭവത്തിൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നയുടൻ തന്നെ ശക്തമായ നടപടികൾ സ്വീകരിച്ച പോലീസിനെ നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിലും അത്ര മോശമൊന്നുമല്ല. കയ്യോടെ പിടികൂടി അപ്പോൾ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിരുന്നു. ഒപ്പം കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. ഒന്നുമല്ല, ഇതൊക്കെ വെറും അഭ്യാസ പ്രകടനങ്ങൾ മാത്രമാണ്. മറ്റുള്ളവരുടെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടുള്ള ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുത്തുക തന്നെ വേണം. ഓരോ ജീവനും നമ്മുടെ കയ്യിലെന്ന കരുതൽ ഉണ്ടാവണം. എങ്കിലേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അത് പ്രവാസികൾ പഠിപ്പിച്ചു തന്ന പാഠം തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.